ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് ചെക്ക് ഇനി ഞാൻ നിനക്ക് ഒന്നും തന്നെ തരില്ല എന്ന് ഹെർലാൻ പറയുന്നു. പക്ഷേ ജോണി ഡിറ്റക്റ്റീവിനോട് നുണ പറയുകയാണ്. എന്റെ മകളുടെ സ്കൂൾ ഫീസിന്റെ കാര്യം പറയാനായിരുന്നു. അന്ന് ഞാൻ ചെക്ക് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ജോണി അവിടെ നിന്ന് വേഗം തന്നെ എണീറ്റ് പോകുകയായിരുന്നു. ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷന് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ആ സമയത്ത് റിച്ചർഡ് ആരും കാണാതെ ഹെർലാന്റെ ലൈബ്രറി റൂമിലോട്ട് പോവുകയാണ്. അവിടെ അന്ന് ഹെർലാൻ തന്റെ അഭിഹിതത്തെക്കുറിച്ചും ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, തന്റെ ഭാര്യയായ ലിൻഡയ്ക്ക് കൊടുക്കാനായിട്ട്. റിച്ചർഡ് അത് കഷ്ടപ്പെട്ട് എങ്ങനെയോ കണ്ടുപിടിച്ച് എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ അതിൽ ഒന്നും തന്നെ കാണാനായി പറ്റിയില്ല. അപ്പോൾ റിച്ചർഡിന് ഒരുപാട് സമാധാനമായി. ആ സമയത്ത് സന്തോഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പന്തെടുത്ത് റിച്ചർഡ് പുറത്തേക്ക് സന്തോഷത്തിൽ എറിയുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആ ബോൾ എടുക്കുന്നുണ്ട്. അതിൽ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്, ഇതൊരു ഇൻട്രസ്റ്റിംഗ് കേസാണ്, പക്ഷേ ഇത് ഉറപ്പായിട്ടും ഒരു സൂസൈഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബെന്നി, നിങ്ങൾ എന്താണ് പറയുന്നത്? ഇനിയും ചോദ്യം ചെയ്യണമെന്നോ? അപ്പോൾ ബെന്നി ഒന്നും പറയാതെ മാർത്ത ഒളിച്ചിരുന്ന് കേൾക്കുന്നത് കൈയോടെ പിടിക്കുന്നുണ്ട്. ബെന്നി മാർത്തയോട് ചോദിക്കുന്നു, നിങ്ങളല്ലേ നേഴ്സ് മാർത്ത? നിങ്ങൾ പാർട്ട് ടൈം ആയിട്ടാണ് അല്ലേ നഴ്സിംഗ് ജോബ് ചെയ്യുന്നത്? എപ്പോഴാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത്? എത്ര സാലറി തരുന്നുണ്ട് ഇവിടെ നിന്ന് എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ 15 വയസ്സ് മുതൽ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. ഹെർലാന് മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ ഇവിടെ ജോലിക്കെടുത്തത്. അതുകൂടാതെ അദ്ദേഹത്തിന് ഒരു നല്ലൊരു സുഹൃത്തിനെ കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ബെന്നി, ഓക്കെ, നിന്നോട് എന്തായാലും ഹെർലാൻ ഇവിടെ ഉള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഒരു കാര്യം അറിയാം, നുണ പറയുമ്പോൾ നിനക്ക് വോമിറ്റിംഗ് വരുമെന്ന്. റിച്ചർഡ് എന്തെങ്കിലും തെറ്റായി നടന്നിട്ടുണ്ടോ? അപ്പോൾ മാർത്ത ആലോചിക്കുകയാണ്. ഹെർലാൻ തനിക്ക് ലാപ്ടോപ്പിൽ കാണിച്ചു തന്ന ഫോട്ടോസ് റിച്ചർഡ് വേറൊരു സ്ത്രീയുമായി